ധ്യാനിക്കാൻ പോകുന്നത് തിമത്തിയോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനം. ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മതി. ധന്യനായ പൗലോസ്ലീഗ എഫെസോസിലെ ശുശ്രൂഷകനായിരിക്കുന്ന തിമത്തിയോസിന് എഫെസോസിലെ സഭയിൽ നടക്കേണ്ട അച്ചടക്ക നടപടികളെക്കുറിച്ച് പൗലോസിന് തന്ന വെളിപ്പാട് തിമത്തിയോസിന് എഴുതി കൊടുക്കുന്ന ഭാഗത്തു നിന്നാണ് നമ്മൾ ഒരു വാക്യം വായിച്ചു കേട്ടത്. ഇതെഴുതുന്നതിൻ്റെ സാഹചര്യം നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ എഫെസോസിലെ സഭയ്ക്കകത്ത് 1-ാമത്തെ അധ്യായത്തിൻ്റെ എനിക്ക് തോന്നുന്ന 6-ാമത്തെയോ സ്തോത്ര 3-ാമത്തെയും 4-ാമത്തെയും വാക്യം പഠിക്കുമ്പോഴും 6-ാം അധ്യായത്തിലെ വാക്യങ്ങൾ പഠിക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സഭയ്ക്കകത്ത് വാഗ്വാദങ്ങളുണ്ടായി. എന്തോ ഉണ്ടായി? വാഗ്വാദങ്ങൾ. കർത്താവിന് സ്തോത്രം. തർക്കങ്ങൾ. നിങ്ങൾക്കത് സ്തോത്രം 3-ാമത്തെ വാക്യവും 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം നിങ്ങളൊന്ന് വായിച്ച് ദൈവത്തിന് 1 തിമത്തിയോസ് 1:3. അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്ന് ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസോസിൽ താമസിക്കണമെന്ന് ഞാൻ മക്കദോന്യയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. തിമത്തിയോസേ, നീ എഫെസോസിൽ താമസിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ അരുതാത്ത ഉപദേശങ്ങൾ എഫെസോസിലെ സഭയ്ക്കകത്ത് ചില ആൾക്കാർ കൊണ്ട് കയറ്റുന്നുണ്ട്. അതുകൊണ്ട് നീ എഫെസോസിൽ തന്നെ നിൽക്കണമെന്ന് പറയുക. 6-ാം അധ്യായം ഒന്നെടുത്ത് മനസ്സിലാകാൻ വേണ്ടി ഒന്ന് പറഞ്ഞിട്ട് 3-ാമത്തെ വാക്യം വായിച്ച് കർത്താവിന് സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യതാ ഉപദേശിക്കുന്നവൻ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിന്റെയും വാഗ്വാദത്തിന്റെയും ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നു. മതി. ചുരുക്കി പറഞ്ഞാൽ ഈ വചനത്തിലെ ചരിത്ര പശ്ചാത്തലമെല്ലാം പഠിക്കുമ്പം ഈ പ്രാർത്ഥനയ്ക്കകത്ത് സ്തോത്രം അല്ലെങ്കിൽ ചർച്ചിനകത്ത് ചിലർ കോപിക്കുകയും വാഗ്വാദം ഉണ്ടാക്കുകയും ചെയ്യുക. പൗലോസ് പറയുകയാണ് ഈ 2 സ്വഭാവവും നിങ്ങൾ മാറ്റണം. ഇന്ന് സ്തോത്രം കുറയും കേട്ടോ. 2 കാര്യം മാറ്റണം. എന്തൊക്കെ മാറ്റണം? കോപം മാറ്റണം. 2 വാഗ്വാദം. അത് പള്ളിയിലെ മാത്രമല്ല, വീട്ടിലെ മാറ്റണം. സ്തോത്രം. എന്നിട്ട് പറയുക നിങ്ങൾ എന്തോ ചെയ്യണം? വിശുദ്ധ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കണം. എന്ന് പറഞ്ഞാൽ വാഗ്വാദം കൊണ്ടും കോപം കൊണ്ടും നേടാൻ കഴിയാത്തത് പ്രാർത്ഥന കൊണ്ടും നേടുമെന്ന് പൗലോസ് കാണിക്കുക. സ്തോത്രം. നമ്മൾ ഈ ദൂതിലോട്ട് ഞാനിതിലെ ചരിത്ര പശ്ചാത്തലം ഒന്നും പറയുന്നില്ല. പൗലോസ് ആരാ, തിമത്തിയോസ് ആരാ, തിമത്തിയോസ് എവിടുന്നാണ് എഴുന്നേറ്റ്, തിമത്തിയോസിൻ്റെ അമ്മയും വല്യമ്മയൊക്കെ അതൊക്കെ ലേഖനങ്ങൾക്കകത്ത് വെളിപ്പെടുത്തുന്നുണ്ട്. നല്ല വിശ്വാസമുള്ള കുടുംബമാണ്. ലുസ്രയിലെ ഉണർവിനകത്ത് എഴുന്നേറ്റ ആളാണ് തിമത്തിയോസ് എന്നാണ് വേദപണ്ഡിതാക്കളുടെയൊക്കെ നിഗമനം. ദൈവത്തിന് സ്തോത്രം. പോട്ടെ, അതൊന്നും ഞാനിപ്പം വെളിപ്പെടുത്തുന്നില്ല. എന്നാൽ ഈ ഭാഗത്തോട്ട് നിങ്ങളുടെ ചിന്തകളെ ഒന്ന് കൊണ്ടുവരാനായിട്ട് പോകുക. സ്തോത്രം. നമ്മൾ ഒന്നാമത് കോപം വിടണം. എന്താ വിടണം? കോപം. അടുത്തിരിക്കുന്ന ആളോടൊന്ന് ചോദിച്ചാൽ കോപം ഉണ്ടോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. എന്തോ ഉണ്ടോന്നാ? കോപം. ഞാൻ തുടക്കത്തിലെ ഒരു സന്ദേശം പറയാം. സ്തോത്രം. നീ പരിശുദ്ധാത്മാവിഷയം പ്രാപിക്കുന്നതിനേക്കാൾ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമായി കോപം വിടേണ്ടി. സ്തോത്രം. ചിലവരത്തിൽ എനിക്ക് മൂക്കിനറ്റത്തായി കോപം ഇരിക്കുന്നു. ഈ ബൈബിൾ എന്തുവായി കോപത്തെക്കുറിച്ച് പറയുന്നതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കർത്താവിൻ്റെ സ്തോത്രം. അത് ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇന്ന് ചിലർക്ക് വിടുതല. നിനക്കൊരു തടസ്സമേ ഉള്ളായിരുന്നു ഈ ഭയങ്കര കോപം. ചിലവരെ അച്ഛൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും ചെയ്യും. സ്തോത്രം. ചിലർ പറയും എൻ്റെ അപ്പനും ദേഷ്യമായിരുന്നു. ഞാൻ ചുമ്മാ ചോദിക്കുവാണേ, ദേഷ്യമുള്ള നിന്നെ മണ്ണർകാട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു നിർത്താം. ദേഷ്യപ്പെടുവോ? പറ.
മണ്ണർകാട് അകലെയല്ല, ഇവിടെ. ദേഷ്യപ്പെടുവോ? അപ്പം ഈ ദേഷ്യമുള്ള ആക്കി ഇത് എവിടെ ചെലവാകുമെന്ന് കൃത്യമായിട്ട് അറിയും. അപ്പം നമുക്ക് ഇച്ചിരൂടെ ഗഹനമായി ദൂതിലോട്ട് വരാം. ഈ ബൈബിള് ദേഷ്യമുള്ളവരോട് പറയുന്നൊരു ദൂതുണ്ട്. എന്തുകൊണ്ട് ദേഷ്യപ്പെടാൻ പറ്റില്ല? കോപം, കർത്താവിന് സ്തോത്രം. ആമീ, ചില പറയും മോശ വരെ കോപിച്ചല്ലോ. മോശ കോപിച്ചത് ഒരു ആത്മീക വിഷയത്തിനാണ്, കുടുംബ പ്രശ്നത്തിലല്ല കോപിച്ച്. മോശ പർവ്വതമുകളിൽ കയറി വെച്ച് തിരിച്ചിറങ്ങി വരുമ്പം ആരാധിക്കേണ്ട ജനം അരുതാത്തത് ഉണ്ടാക്കിയപ്പോഴാണ് മോശ ദേഷ്യപ്പെട്ടെ. ആത്മീയ വിഷയത്തിലാണ് ദേഷ്യപ്പെട്ടെ, അല്ലാതെ കുടുംബ പ്രശ്നത്തിലല്ല. അഹരോനും മിരിയാവും എഴുന്നേറ്റ് ദേഷ്യപ്പെടുകയല്ല ചെയ്തത്, നെടുമ്പാട് വീട് കരഞ്ഞു. സ്തോത്രം. അപ്പം മോശ ദേഷ്യപ്പെട്ട ഗറഫി, മോശയ്ക്ക് ദേഷ്യം ഉണ്ടായിരുന്നില്ല, പിന്നെ എനിക്ക് ഭാഷ ദേഷ്യമില്ലായിരിക്കുമോ? സ്തോത്രം. എന്നോട് കർത്താവിൻ്റെ ആത്മാ പറയുക, നിന്റെ വിടുതലിന് 2 തടസ്സമുണ്ട്. അതാ ഇന്നത്തെ വെളിപ്പാട്. ആ തടസ്സം നീയായിട്ട് നീക്കണം. ഒന്ന്, കോപം. ഈ തുറന്നു ചോദിക്കുവാന്നേ, ഒത്തിരി കോപമുള്ളവരുന്ന് കൈ നോക്കിക്കോ. ഒത്തിരി കോപം ഇന്ന് തുറന്ന് പറയണം. ഒത്തിരി ഞാൻ കൈവോക്കിക്കുക, എനിക്ക് ഒത്തിരി കോപമുള്ളതുകൊണ്ടാണ്. കണ്ടോ, അന്നേരം ഒരു 10-15 പേര് കൈവോക്കി. ഒത്തിരി കോപമുള്ളത്. ഇനി ഞാൻ തുറന്നു ചോദിക്കുക, ഏതെങ്കിലും വിഷയത്തിൽ കോപിച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് തോന്നുമോ അയ്യോ കോപിക്കേണ്ടായിരുന്നു? തോന്നിയിട്ടുണ്ടോ? ചിലപ്പം ഭാര്യ അകാരണമായിട്ട് അങ്ങ് വഴക്ക് പറഞ്ഞു, ഭയങ്കര കൊന്ന് അടക്കി റീത്ത് വെച്ചു. കുറച്ച് നേരം അയ്യോ വേണ്ടായിരുന്നു. പിന്നെ കടയിൽ പോയി ചുരിദാർ വാങ്ങിക്കാൻ പോകണം, പിന്നെ അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാൻ പോകണം. എന്തിനാ? ആ കോപം മെയിൻറ്റെയിൻ ചെയ്യാനാണ്. അതുകൊണ്ടൊക്കെയാണ് എല്ലാവരും ഒന്നിച്ചൊക്കെ നിൽക്കുന്നത്. പോട്ടെ, കർത്താവിന് സ്തോത്രം. അപ്പം നമുക്ക് ഈ കോപത്തിൻ്റെ ഒരു പ്രത്യേകത, കോപിക്കരുതെന്ന് പൗലോസ് വെളിപ്പെടുത്തുന്നതിൻ്റെ കാരണം എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 27-28 വാക്യങ്ങളിൽ പൗലോസ് പറയാ, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. ഒന്ന് വായിച്ച എഫേസ്യ ലേഖനം 4:26 വായിക്കാമോ? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ച് അങ്ങോട്ട് പോകണ്ട, ഞാൻ ആ ഭാഗത്തോടെ. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. അപ്പൊ അതിനർത്ഥം കോപിക്കാവുന്നാണോ? കോപിച്ചാൽ ഉറപ്പായിട്ട് പാപം ചെയ്തിരിക്കും. അപ്പൊ പാപം ചെയ്യാതിരിക്കാൻ എന്താ വേണം? എന്നോട് ദൈവം ഒരു കാര്യം പറഞ്ഞു, ജനത്തോട് പറയണം, കോപിക്കാതെ ജീവിക്കാൻ പഠിക്കണം. വലിയ പാടാ. എന്തുവാ? ഇനി ഞാനൊരു കാര്യം കൂടെ നിങ്ങളോട് പറയാം. ഈ കൂടുതലും വീടുകളിൽ ഭർത്താക്കന്മാരാ കോപിക്കുന്നത്. ഭാര്യമാർക്ക് അത്ര വലിയ, എന്നാൽ ഒട്ടും മോശമല്ല. അവർ കോപിച്ചാൽ 1.5 ആഴ്ച വരെ പോവും. ഭർത്താവ് കോപിച്ചാൽ ഇപ്പം എന്തെങ്കിലും പറഞ്ഞാലും വൈകിട്ട് അങ്ങ് മോളെ സോറി എന്നൊക്കെ പറഞ്ഞ് അന്ന് സൊമാറ്റോയിൽ ഒരു KFC ഒക്കെ ഓർഡർ ചെയ്ത് അവരങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ ഭാര്യമാർ കോപിച്ചാൽ ആരും മോശമൊന്നുമല്ല. എന്നെ നോക്കാം, ഇപ്പം ചില കാര്യങ്ങളിലോട്ട് വരാൻ പോവാ. അപ്പം കോപിച്ചാൽ ഉറപ്പായിട്ട് എന്തോ ചെയ്യും? പാപം ചെയ്യും. കർത്താവിന് സ്തോത്രം. ഞാൻ ഒരു ദിവസം ഒരു സ്ഥലത്തൂടെ വണ്ടിയിൽ പോയപ്പം ഒരു ഹോട്ടലിൽ കഴിക്കാൻ കയറി. സ്തോത്രം. കഴിക്കാൻ കയറിയപ്പം എനിക്ക് വളരെ സ്നേഹമുള്ള ഒരാൾ ഞാൻ കഴിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഇരുന്ന് കഴിക്കുന്നു. അപ്പോൾ എന്നെ കണ്ടപ്പം പ്രൈസറോടൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഓർത്ത്, ഈ വീടിൻ്റെ, ഈ ഹോട്ടലിൻ്റെ നോക്കിയാൽ കാണുന്ന ദൂരത്തിലാണ് പുള്ളിയുടെ വീട്. പുള്ളി എന്തുവാ ഉച്ചയ്ക്ക് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നത്. അന്നേരം എന്നോട് പറഞ്ഞു, ഭാര്യയ്ക്ക് സുഖമില്ലാതിരിക്കുക, നമ്മൾ റെസ്റ്റൊക്കെ കൊടുക്കണ്ടായോ, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് കഴിക്കുക. പോകാൻ നേരത്ത് അവക്കൂടെ ഒരു പൊതി വാങ്ങിച്ചോണ്ട് സന്ധ്യ ആയപ്പോൾ ഭാര്യ എന്നെ വിളിച്ചു, അച്ഛൻ ഭയങ്കര ഇടങ്കേടാ, 2 ദിവസമായിട്ട് ഇവിടെ നിന്ന് കഴിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ഇന്ന് ഞാൻ കണ്ടായിരുന്നു. ഇവിടെ കിട്ടിയോ? ഇവിടുത്തെ പ്രശ്നം മനസ്സിലാക്കണം. സ്തോത്രം. അപ്പൊ കോപിച്ചാൽ എന്തിന് സാധ്യതയുണ്ട്? പാപം ചെയ്യാൻ സാധ്യതയുണ്ട്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അത് ഞാൻ ഇനി അതിൻ്റെ അടുത്ത കാര്യമൊന്നും പറയുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം? കോപിക്കാതെ ഇരിക്കാൻ ശ്രമിക്കണം. ഒരിക്കൽ ദൈവം മനുഷ്യനോടൊരു ചോദ്യം ചോദിച്ചു. യഹോവ ഖായീനോട്, ഖായീനേ, നീ കോപിക്കുന്നത് എന്ത്? ഖായീൻ്റെ പേരിൻ്റെ അപ്പുറത്തോട്ട് നിന്റെ പേര്.
യഹോവ സാബുവിനോട് ചോദിക്കുന്നു, സാബുവേ, ആരാധനയ്ക്ക് വന്ന നീ എന്തിനാ കോപിക്കുന്നേ? നിങ്ങൾ പേരെഴുതിക്കോ, റജിയെന്നോ റോബിനെന്നോ അനി ജോർജ് എന്നോ ഒക്കെ എഴുതിക്കോ. എൻ്റെ കാര്യം പറഞ്ഞപ്പം അവർക്ക് സമാധാനം ആവണ്ട. അപ്പൊ ദൈവം ചോദിക്കുക, യഹോവ, ആ വാക്യം എടുത്തോ, 4-ാം അധ്യായം 6-ാം വാക്യം. എന്നാൽ യഹോവ കായീനോട്, നീ കോപിക്കുന്ന എന്തിന്? യഹോവ കായീനോട് നീ കോപിക്കുന്ന എന്തിന്? എവിടെ വെച്ചാ ചോദിക്കുന്നത് പറയോ? എവിടെ വെച്ചാ? ഓ, മിണ്ടുന്നില്ല. എവിടെ വെച്ചാ ചോദിക്കുന്നേ? ആരാധനയ്ക്ക് വന്നവനോട് ചോദിക്കുക. ആരാധനയ്ക്ക് വന്നപ്പോ ഇത്രയും കോപമാണ്, വീട്ടിൽ എന്നാ കോപമായിരിക്കും? സ്തോത്രം, സ്തോത്രം. യഹോവ ചോദിക്കുക, കായീനെ, നീ കോപിക്കുന്നത്? എന്നാൽ യഹോവ കായീനോട്, നീ കോപിക്കുന്ന എന്തിന്? നിന്റെ മുഖം വാടുന്നത് എന്ത്? നിന്റെ മുഖം വാടുന്നത് എന്ത്? അപ്പൊ കായീൻ കോപിച്ചു. ഈ കോപിച്ചാലുള്ള കുഴപ്പം അറിയോ? അത് ഈ ശലോമോൻ എഴുതിയേക്കുന്നത് സദൃശ്യവാക്യം. കോപിച്ചാലുള്ള കുഴപ്പം. സ്തോത്രം. 29-ാം അധ്യായം 22-ാമത്തെ വാക്യം. അത് ബൈബിളിൽ തുറക്കുമ്പോൾ പേന ഉണ്ട്, അതിനടി ഒരു ലൈൻ ഇടുന്നത് നല്ലതാണ്, നിങ്ങൾക്ക് വിടുതൽ കിട്ടും. സ്തോത്രം. എനിക്കിതെല്ലാം കാണാതെ ഇവിടെ നോക്കി ഞാൻ ഉണ്ടാക്കിയ നോട്ട് നോക്കി പറയാം, പക്ഷെ വായിപ്പിക്കുന്ന ഇത് ബൈബിളിലുണ്ടെന്ന് പറയാനാ. കോപമുള്ളവൻ വഴക്കുണ്ടാക്കുന്നു. കോപമുള്ളവൻ എന്തോ ചെയ്യും? വഴക്കുണ്ടാക്കുന്നു. അയ്യോ, ഭയങ്കര വഴക്കാളിയാവും. വഴക്കാളിയാകാതിരിക്കണേ എന്തോ വേണം? കോപമില്ലാത്തവനായി. ഇനി ഈ കോപമുള്ളവരൊരു പ്രത്യേകത, അവർക്ക് 2 മുഖമുണ്ട്. എന്തോ ഉണ്ട്? 2 മുഖം. ഒന്ന് നമ്മളെ കാണുമ്പോൾ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, രക്തം ജയം, സ്തോത്രം, ശത്രുവിൻ്റെ പോര് മാറാൻ പ്രാർത്ഥിക്കണം. വീട്ടിൽ ചെല്ലുമ്പോൾ കലിതുള്ളു. അതുകൊണ്ടാണ് ചില ഭർത്താക്കന്മാരെ, ചില ഭാര്യമാർ കിടന്ന് വെള്ളം ഉണ്ടാക്കുമ്പോൾ ഭർത്താവ് പറയത്തില്ലയോ യക്ഷിയാ? ഭർത്താവ് കിടന്ന് ഉണ്ടാകുമ്പോൾ പറയത്തില്ലയോ കാലനാ നിൽക്കുന്നേ? അതൊക്കെ അന്നേരം കാണിക്കുന്ന ആ വികൃതി കൊണ്ടാ. ചില പറയാം നേരാ, നിർത്തരുതെന്ന്, ഇച്ചിരി പറയാൻ പോവാ. ഇവർക്ക് 2 സ്വഭാവമുണ്ട്. അപ്പൊ കോപമുള്ളവൻ എന്തോ ചെയ്യും? വഴക്കുണ്ടാക്കും. ഞാനാണേ ഒരു ദിവസം തിരുവല്ലായിക്ക് വണ്ടി ഓടിച്ചു പോവാ, ഒരു ഞായറാഴ്ച പോയപ്പം തിരുവല്ല സിഗ്നലിനപ്പുറത്ത് ഒരു ബെൻസ് ഓടിച്ചോണ്ടൊരു അച്ഛൻ പോവാ. അച്ഛൻ സൈഡ് കൊടുത്തില്ലെന്ന് കുറച്ച് 2-3 പിള്ളേരൊരു കാറേ വന്നു. അവന്മാർക്ക് സൈഡ് കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ അവന്മാർ കെട്ടി മുമ്പിൽ ക്രോസ് ഇട്ടു. സോറി പിള്ളേർ സൈഡ് കൊടുത്തില്ലെന്ന് പറഞ്ഞ് അച്ചായം കയറ്റി ക്രോസ് ഇട്ടു ബെൻസ്. അപ്പം ബ്ലോക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ, അപ്പം വലിയ ബഹളം കേൾക്കാം. ഞങ്ങൾ ചെന്നപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ അച്ചാന് വണ്ടിക്കകത്തിരിക്കുന്ന പിള്ളേരെ കുത്തുവാ കൈകൊണ്ട്. അച്ഛൻ പള്ളിയിൽ പോകാൻ ഇറങ്ങിയതാ. ഉള്ള സിൽക്ക് ജുബായും സിൽക്ക് മുണ്ടും ഒക്കെ ഉടുത്ത് ഇങ്ങനെ നിൽക്കുക. പിള്ളേർ കുറേ നേരം നോക്കി. പിന്നെ ഇവന്മാർ ഇറങ്ങി വന്ന് അടി തുടങ്ങി. ഒരു 5-6 അടി വാങ്ങിച്ചപ്പോഴാണ് ഞങ്ങൾ ചെല്ലുന്നത്. ഞാനും പുറകുന്ന വണ്ടിക്ക് ഞാൻ ചെന്ന് പറഞ്ഞു, പിള്ളേർ, എടാ മക്കളെ അടിക്കരുത്, എടാ അച്ഛൻ പള്ളിയിൽ പോയാ. അച്ഛൻ പള്ളിയിൽ പോയി ഇവിടെ ഒരു കുർബാന മുമ്പേ ചൊല്ലിയായിരുന്നു, ഭാഷ ഇവിടെ ഇല്ലായിരുന്നു. നിങ്ങൾ അമ്മാരെ പറഞ്ഞ് വണ്ടിയെ കയറ്റി വിട്ട് പിന്നെ പുള്ളിക്കാരൻ്റെ ആ മുണ്ടൊക്കെ എടുത്ത് ഉടുപ്പിച്ച് പുള്ളിയെ ആ ബെൻസേലൊന്ന് കയറ്റി വിടാൻ വന്ന പാട് ഞങ്ങൾക്കറിയാം. ദേഷ്യ. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും കോടീശ്വരനായി ഈ മനുഷ്യന് ഈ വഴി കിടന്ന് ഒരു വണ്ടിക്കാരൻ സൈഡ് വന്നിട്ട് കോപാ പ്രശ്നം. പണ്ട് ഞാൻ എപ്പോഴും പ്രസംഗിക്കും പറയാം, എൻ്റെ ജീവിതത്തിൽ മറക്കാനൊക്കാത്ത അനുഭവം ഉണ്ട്. ഞാൻ ഒരു രാജ്യത്ത് പോയി പ്രസംഗിച്ചു വന്ന് കൊച്ചി എയർപോർട്ടിൽ നിൽക്കുക. അപ്പോൾ ഇങ്ങനെ ലഗേജ് വരാൻ ഞങ്ങളെല്ലാം വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഒരു അച്ഛനും അമ്മാമ്മയും കൂടെ, സ്തോത്രം, ഇങ്ങനെ അച്ഛൻ്റെ കയ്യിലൊക്കെ തൂങ്ങി അമ്മാമ്മ. എനിക്കൊന്നും അച്ഛനൊരു 68 വയസ്സൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അമ്മാമ്മയ്ക്ക് ഒരു 65 വയസ്സ് കാണും. ഒരു പെട്ടി വന്നപ്പോൾ അമ്മാമ്മ പറഞ്ഞു, അതാ പെട്ടി എന്ന് പറഞ്ഞു. പുള്ളി ഒറ്റയടി ചെബുക്കലിന് കൊടുത്തു. പടക്കം പൊട്ടുന്ന പോലെ കേട്ടു. അവിടെ നിന്ന് മൊത്തം വരും. ഞങ്ങളെല്ലാം ഒരു 800 പേര് പുള്ളിയെ നോക്കുക. നീയാണോ തീരുമാനിക്കുന്നത് അതാ നമ്മുടെ പെട്ടിയെന്ന്? പക്ഷെ ആ ആൻറ്റിക്ക് അസാധാരണ കൃപയാണ് കേട്ടോ. പോ അച്ഛാ, അത് നമ്മുടെ തന്നെയാന്ന് പറഞ്ഞ് അച്ഛനെയും വലിച്ചോണ്ട് പോയി ആ പെട്ടി എടുത്ത് പോന്നേ കണ്ടപ്പം ഞങ്ങളുടെയൊക്കെ പെട്ടി 3 വട്ടം മുമ്പിൽ കൂടെ പോയിട്ട് ഞങ്ങൾ നോക്കിയില്ല. ഇവരുടെ പോക്ക് അവർക്ക് അവാർഡ് കൊടുക്കണം. ചിലരെയൊക്കെ കൊണ്ട് നടക്കുന്നവർക്ക് പോട്ടെ,
പക്ഷേ ഇന്ന് ഞാൻ ആദ്യമായിട്ട് വന്ന എനിക്കിട്ട് തന്നെ ഇത് വേണം. കാരണം നിന്റെ അനുഗ്രഹം മുഴുവൻ ബ്ലോക്കായി കിടക്കുന്നതിൻ്റെ 2 തടസ്സമാ നിന്നിൽ ഉരുവാകുന്ന കോപം. ഇനി നോക്കി, കായീനോട് ദൈവം പറയുക, അതേ വാക്യത്തിലേക്ക് വന്ന് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് തിരിച്ചു വന്നേ. കായീനോട് ദൈവം പറയുക, ഹല്ലേലൂയ, കായീനേ നീ കോപിക്കുന്നത് എന്നാറേ യഹോവ കായീനോട്, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നതും എന്ത്? നീ എന്തിനാണ് കായീനെ കോപിക്കുന്നത്? ഇനി ഞാനൊരു കാര്യം നിങ്ങൾ പറയാ, അനിപ്പാസ്ട്രോ ജോഷി പാസ്ട്രോ കായീനോട് പറഞ്ഞാൽ നന്നാകാത്തോണ്ട് ആ ദൈവം നേരിട്ട് പറഞ്ഞു. ദൈവം നേരിട്ട് പറഞ്ഞിട്ട് കായീൻ നന്നായോ? 8-ാം വാക്യം പേര്. എന്നാറേ കയീൻ തന്റെ അനുജനായ ഹാബേലിനോട്, നാം വയലിലേക്ക് പോകാം എന്ന് പറഞ്ഞു. നമുക്ക് വയലിലൊന്ന് പോകണം, കൃഷിയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കണം. തോളെ കൂടെ കൈയിട്ട് നാം വയലിലേക്ക് പോകാം എന്ന് പറഞ്ഞു. അവർ വയലിലിരിക്കുമ്പോൾ കയീൻ തന്റെ അനുജനായ ഹാബേലിനോട് കയർത്ത് അവനെ കൊന്നു. കോപമുള്ളവന് ഇടയ്ക്ക് ശമിക്കും. അതുകൊണ്ട് ചെല്ലോടൊക്കെ ജീവിക്കുന്ന ഭയങ്കര പാടാ. സ്തോത്രം. ഒരിക്കലും ഒരു ഭാര്യയും ഭർത്താവും കൂടെ പ്രോബ്ലം തീർക്കാൻ എൻ്റെ അടുക്ക കൊണ്ടുവന്നു. പെണ്ണിൻ്റെ അപ്പനും അമ്മയും ഉണ്ട്, ചെറുക്കൻ്റെ അപ്പനും അമ്മയും ഉണ്ട്. സ്തോത്രം. അപ്പോൾ അവർ വന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, എൻ്റെ മോളെ ഇന്ന് രാത്രി ഇവൻ്റെ കൂടെ വിടാൻ എനിക്കത്ര ഉറപ്പ് പോരാ. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഉറപ്പില്ല ഞാൻ കെട്ടിച്ചു വിട്ടെ? ഉറപ്പില്ല ഞാൻ കഴിഞ്ഞ വർഷങ്ങൾ അവിടെ മുഴുവൻ താമസിച്ചേ. അന്നേരം അവർ പറയാ, പാസ്റ്ററെ, അവർ ഫോൺ എടുത്തൊരു ഫോട്ടോ കാണിച്ചു. ഇവൻ ഒരടി അടിച്ചിട്ട് 2 മൂക്കിൽ കൂടെ ചോര ഒഴുകി ക്ലീൻ ചെയ്യുന്ന വീഡിയോ അമ്മ എന്നെ കാണിക്കുക. അപ്പോൾ അമ്മ എന്നോട് ചോദിക്കുക, പാസ്റ്റർ പറയാ വിടണോ? ഞാൻ പറഞ്ഞു വിടണ്ട. എന്നാ പ്രശ്നം? നല്ല എഞ്ചിനീയർ, നല്ല ശമ്പളം, നല്ല വീട്, നല്ല വണ്ടി, ഒറ്റ കുഴപ്പം, കോപം. അത് ചിലടത്ത് ഭാര്യയ്ക്കാ, ചില ഭാര്യക്കാരൊക്കെ പട്ടാളച്ചിട്ടയാ. അനങ്ങരുത്. നീ ഭർത്താക്കന്മാരെയൊക്കെ പറയുന്നത് കണ്ടാൽ പിന്നെ അവർ പാവങ്ങളിങ്ങനെ. സ്തോത്രം. ഇത് വായിച്ചുകൊണ്ട് പോകാൻ വലിയ പാടാ. ഇപ്പം അതുകൊണ്ടാണ് ഇപ്പോഴത്തെ കാലത്ത് പണ്ടൊക്കെ വിവാഹമോചനം കേട്ടിട്ടുണ്ടോ? ഇപ്പം എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരിക്കുക. ഇന്ന് ഞാൻ 5 എണ്ണം കേട്ടു. അതെന്നാ കാര്യം പറയാം? കോപം. സ്തോത്രം. ഇവനെ കായീൻ ഹാബേലിനെ വിളിച്ചോണ്ട് പോയി. തോളെ കൂടെ കൈയിട്ട് അവിടെ ചെന്നപ്പോൾ കോപിച്ചു. എന്താ? ഇവിടെ വെച്ചാൽ തുടങ്ങിയതാ, ഇടയ്ക്കൊന്ന് ശമിച്ചെന്നേ ഉള്ളൂ. അവനെ കൊന്നുകളഞ്ഞു. അപ്പം കോപിച്ചാൽ എന്ത് ചെയ്യരുത്? പാപം ചെയ്യരുത്. എന്തുകൊണ്ട് കോപിക്കരുത്? പാപം ചെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ട്. ഞാനിപ്പോൾ ഓർക്കുക, ഞാൻ മുമ്പെമ്പോ പറഞ്ഞ മനോരമയിൽ വന്നൊരു വാർത്തയാണ്. ഞാൻ ഇന്ന് ഓർക്കുക, ഒരു മനുഷ്യൻ ഓട്ടോറിക്ഷ വിളിച്ച് വീട്ടിൽ പോയി. സ്തോത്രം. ആ ഓട്ടോറിക്ഷ ടൗണിൽ നിന്ന് പച്ചക്കറി വാങ്ങിച്ചു, മീൻ വാങ്ങിച്ചു, പലചരക്ക് വാങ്ങിച്ചു, എല്ലാം കൂടെ 4500 രൂപയുടെ സാധനം വാങ്ങിച്ചു. അവിടെ ചെന്നപ്പോൾ ഓട്ടോക്കാരൻ പറഞ്ഞു 35 രൂപ ഓട്ടോ കൂലിയാന്ന് പറഞ്ഞു. 35 രൂപ ഓട്ടോ കൂലിയാന്ന് പറഞ്ഞു. സ്തോത്രം. അദ്ദേഹം പറഞ്ഞു, സ്തോത്രം, ഞാൻ 30 ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, എനിക്ക് 35 തന്നാലേ ഞാൻ പോകുമെന്ന് പറഞ്ഞു. എൻ്റെ വീട്ടുമുറ്റത്ത് നിന്നോട് നീ തർക്കിക്കുവാണെന്ന് പറഞ്ഞ് അകത്തോട്ട് കയറി വാക്കത്തി എടുത്തോണെന്ന് ഒറ്റ വെട്ടുവെട്ടി. അവനങ്ങ് തീർന്നു പോയി. 5 രൂപയ്ക്കാണ് വെട്ടിയവൻ എന്നും ജയിലിൽ കിടക്കുക. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സ്ഥാനം, കോപം മനുഷ്യനെ പാപത്തിലേക്ക് നയിക്കും. കോപിക്കരുത്. കോപം വന്നാൽ പാപം ഉണ്ടാകും. അടുത്തിരിക്കുന്ന ആളിൽ തൊട്ട് വെച്ച് പറ, കോപിക്കരുതെന്ന് പറ. ചില മനസ്സിൽ പറയാം, പക്ഷേ ഇച്ചിരൂടെ ഒന്ന് പറ കാര്യം. എൻ്റെ അച്ഛൻ ഒറ്റ കൊലപ്പേ ഉള്ളൂ അമ്മേ, എൻ്റെ ചക്കരയാ മുത്ത, പക്ഷേ ഭയങ്കര കോപമാണ്. ഈ ആനയുടെ കൂടെ നടക്കുന്നുണ്ട്, എപ്പോൾ ഇടയുമെന്ന്. സ്തോത്രം. ഇനി രണ്ടാമത്തെ കാര്യം, കോപിച്ചാൽ നീ പാപം ചെയ്ത സർവ്വ അനുഗ്രഹവും നഷ്ടപ്പെടുത്തി കളയും. 2, സത്യത്തിൽ സഭായോഗത്തിനാ പറയണ്ടേ, പക്ഷെ ഇന്നല്ലേ ദൂത് തന്നേ. അന്ന് വേറെ തരും. യാക്കോബിൻ്റെ ലേഖനം എടുത്തേ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 1-ാം അധ്യായം
19, 20 വാക്യങ്ങൾ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. 19, 20 വാക്യങ്ങൾ ശ്രദ്ധിക്കാം. സ്തോത്രം. പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ അത് അറിയുന്നുവല്ലോ. എന്നാൽ ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറയുവാൻ താമസവും കോപത്തിന് താമസമുള്ളവനായിരിക്കട്ടെ. മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുകയല്ല. നിന്റെ വിഷയത്തിൽ ദൈവത്തിന്റെ നീതി എന്നേ വെളിപ്പെടേണ്ടതാണ്. അത് നിന്റെ കോപം ദൈവത്തിന്റെ നീതി പ്രവർത്തിക്കാതാക്കി. ഒരാമയും പറഞ്ഞു തുടങ്ങണം. അപ്പൊ 1, കോപിച്ചാൽ പാപം ചെയ്യും. 2, കോപിച്ചാൽ ദൈവത്തിന്റെ നീതി നിന്നിൽ നിവർത്തിക്കാതെ പോകും. ഹല്ലേലൂയ. ഇനി സ്തോത്രം. അപ്പം ഇച്ചിരി ഗഹനമായിട്ട് വരാം. കൈ ഉയർത്തി പ്രാർത്ഥിക്കുക എന്ന പദത്തിലോട്ടാണ് വരാൻ പോകുന്നത്. 2 കാര്യങ്ങൾ വിട്ടിട്ട് പ്രാർത്ഥിക്കണം. 1, കോപം. 2, വാഗ്വാദം. ഇനി ഒരു വാക്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ കോപം വന്നവരെ, അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, പാസ്റ്ററെ കോപമുള്ളവരോട് ജീവിക്കാൻ വലിയ പാടാണ്. ഈ കോപമുള്ളവരോട് എങ്ങനെയാണ് ജീവിക്കുന്നത്? അത് ശലോമോൻ പറഞ്ഞിട്ടുണ്ട്. 15-ാം അധ്യായം എടുക്കാം. സദൃശ്യവാക്യം 15-ാം അധ്യായം എടുക്കാം. ഹല്ലേലൂയ. 1-ാമത്തെ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സദൃശ്യവാക്യം 15-ാം അധ്യായം 1-ാമത്തെ വാക്യം. മൃദുവായ ഉത്തരം കോപത്തെ ശമിപ്പിക്കുന്നു. മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കും. കഠിന വാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. ഈ നമ്മുടെ അകത്ത് കോപം ഉണ്ടെങ്കിലും ചിലർ നമ്മളെ ജ്വലിപ്പിക്കാനായിട്ടങ്ങ്, പണ്ടൊരാൾ പറഞ്ഞു, എൻ്റെ ഭാര്യയുടെ വാക്ക് കേട്ട കൈയില്ലേലും വെപ്പ് കൈ വെച്ചടിക്കുമെന്ന്. അതിൻ്റെ കാരണം എന്നാ? ഇവിടെ എങ്ങനെ സംസാരിക്കണമെന്നാ? മൃദുവായ ഉത്തരം. ഒരാമയും പറഞ്ഞാട്ട്. മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു. ഈ ചിലർ പറയത്തില്ലയോ, ചിലരിപ്പോൾ ദേഷ്യപ്പെട്ട് വരുവാണെങ്കിൽ ഈ പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു കുഴപ്പമുണ്ട്. ഭർത്താവ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടപ്പോൾ ഭാര്യ നിന്നുകൊണ്ട് ഇളകട്ടെ, മാറിപ്പോട്ടെ എന്നൊക്കെ പറഞ്ഞാൽ, ഇച്ചിരി അകലെ നിന്ന് പറഞ്ഞാൽ നിന്റെ ആരോഗ്യം. എന്നാൽ ചില സ്ത്രീകൾ പറയും കോപിക്കുമ്പോൾ, ഈ അച്ഛനെ കോപിക്കുമ്പോൾ ഒട്ടും കൊള്ളത്തില്ല കാണാൻ, അല്ലാത്തപ്പോൾ എന്താ സുന്ദരനാ, 2 മിനിറ്റ് കൊണ്ട് ഇവിടെ കോപം പോകും. ചിലരുടെ ഒറ്റ വാക്ക് മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എനിക്കൊരിക്കൽ ഒരു അനുഭവം ഉണ്ടായി. KPS മേനോൻ ഹോളിൽ യോഗം നടക്കുക. യോഗം നടക്കുമ്പം നമുക്ക് അവിടെ അങ്ങ് മൊത്തത്തിൽ പ്രോബ്ലം ആയിരുന്നല്ലോ. അപ്പുറത്തുള്ള അവരെല്ലാം കൂടെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു, സ്തോത്രം, സൗണ്ട്. അപ്പം എപ്പം വന്നാലും രാജീവ് ബ്രദറാണ് ഡീൽ ചെയ്യുന്നത്. അന്ന് പുള്ളി വന്നില്ലായിരുന്നു. അപ്പം ഞാൻ വെളിയിലൊരു ആവശ്യത്തിന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ പോലീസ് ജീപ്പ് വന്ന് അവിടെ നിർത്തി. ആ വാതുക്കൽ എൻ്റെ ഫോട്ടോ വെച്ചൊരു ഫ്ലെക്സ്, അതേ നോക്കിയ അയാൾ എന്നെ വിളിച്ചു. പുതുതായിട്ട് വന്നൊരു CA. ഞാൻ ചെന്നു, പാസ്റ്ററാണോ? ഞാൻ പറഞ്ഞു അതെ. നിങ്ങളിവിടെ ഇങ്ങനെ ശബ്ദം വെച്ചാൽ, ഞാൻ പറഞ്ഞു സാറിനെ പോലെ ഒരു വലിയ മനുഷ്യൻ ഇങ്ങനെ പറയാമോ? സാറിൻ്റെ കൊലപാതക കേസും കള്ളനോട്ട് കേസും അങ്ങനെയുള്ള കേസുകളൊന്നും ജനത്തിന് വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്ഥലം. എന്നാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ കേട്ടോ. പുള്ളി പോയി. നല്ലൊരു വാക്ക് പറഞ്ഞാൽ മേള് തൊട്ട് താഴെ വരെ വിടുതല. സ്തോത്രം. ചെന്ന് കണ്ടിട്ടില്ലയോ? എനിക്ക് കഴിഞ്ഞിടെ ഒരു അനുഭവം ഉണ്ടായി കേട്ടോ. ഞാനും ഒരു ബ്രദറും കൂടെ അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഭാര്യ ഫോൺ വിളിച്ചപ്പോൾ ഈ വണ്ടിയിലെ സ്പീക്കർ ഓണാക്കി. സൂക്ഷിച്ച് വേണം അങ്ങനെയൊക്കെ ഓണാക്കാം കേട്ടോ, വേറെ ആൾക്കാരിരിക്കുമ്പോൾ. അപ്പോൾ അന്നേരം ഭാര്യ പറഞ്ഞു, അച്ചായ ഇച്ചിരി നെസ്കോഫി വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. എന്തുവാ നെസ്കോഫി? അപ്പം ഞാനും കേട്ടു. ഈ ഞങ്ങളൊരു കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന് ഈ നെസ്കോഫി വാങ്ങിക്കേണ്ട കടയുടെ അതിൽ കൂടെ പോയത് അറിഞ്ഞില്ല. ഞങ്ങളങ്ങ് വീട്ടിൽ ചെന്ന് കയറി വണ്ടി കൊണ്ട് നിർത്തിയപ്പോൾ പുള്ളി ഇറങ്ങുന്നില്ല. ഞാൻ ചോദിച്ചു, അച്ഛാ എന്നാ? ഒരു കാര്യം മറന്നുപോയി. നമുക്ക് സാരമില്ല. ഞാനും പുള്ളിയും കൂടെ ആ വീട്ടിൽ ചെന്ന് കയറി. ഉയ്യോ, ആ പുള്ളിക്കാരത്ത് ഈ പുള്ളിയെ പറയാൻ ഒന്നുമില്ല.
പുള്ളി അന്ന് ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കുക. ഞങ്ങൾ ഒന്നിച്ച് ചോറൊക്കെ കഴിച്ചു. അന്നേരവും പറയുക, പുള്ളി മിണ്ടിയില്ല. പോകാൻ നേരത്ത് പുള്ളിക്കാരത്തി പറഞ്ഞു, കുറച്ച് ഇഞ്ചിയൂടെ വാങ്ങിച്ചോണ്ട് വരണമെന്ന്. നല്ല ഇഞ്ചി വാങ്ങിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വണ്ടിയെ കയറിയപ്പോൾ പുള്ളിയോട് ചോദിച്ചു, നിങ്ങൾ ആ പറഞ്ഞൊന്നും കേട്ടില്ല, ഇഞ്ചിയുടെ കാര്യം മാത്രമേ കേട്ടുള്ളൂ. എനിക്ക് എൻ്റെ ഭാര്യ ചൂടായ ചെവി അടയും. ഞാൻ ഓർക്ക് എൻ്റെ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു, ബ്രദറെ കൈ ഇങ്ങോട്ട് ഒന്ന് പ്രാർത്ഥിച്ച്, അത്രയൊരു കൃപ നമുക്കെല്ലാം. നിങ്ങളാരും മിണ്ടുന്നില്ല. എന്നെ നിങ്ങൾ ശ്രദ്ധിച്ചേ. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോപം ശമിപ്പിക്കാൻ മൃദുവായ വാക്ക്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, ഹല്ലേലൂയ, നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതുമായിരിക്കണം. ദൈവമക്കളോട് ഞാൻ പറയാം, നിങ്ങളുടെ വീട് കോപത്തിന് വഴിവെക്കാത്തതെന്നാ? ഒറ്റ കാര്യമാ, നിങ്ങളിൽ ദൈവകൃപ നിൽക്കുന്നത് കൊണ്ടാണ്. സ്തോത്രം. യോശുവയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ നിന്റെ വായിൽ നിന്ന് നീങ്ങരുത്. യിരെമ്യാവിനെ ദൈവം തൊട്ടേച്ച് പറഞ്ഞു, ഞാൻ വചനം നിന്റെ വായിൽ തന്നിരിക്കുന്നു. യെശയ്യാവ് പ്രവചിക്കുക, ഞാൻ നിനക്ക് തന്ന വചനം നിന്റെ വായിൽ നിന്നും, നിന്റെ സന്തതിയുടെ വായിൽ നിന്നും, നിന്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഒരു കാലത്തും മാറിപ്പോകുകയില്ല. ഒരു വാശിയോടെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒരിക്കലും ഒരു ബ്രദർ എൻ്റെ അടുക്കൽ വന്ന് പറയാം, പക്ഷേ ഞാൻ 3 ദിവസം ഉപവസിക്കുക, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്തിനാ? എൻ്റെ കോപം മാറാനാണ്. ഞാൻ പുള്ളിയെ കെട്ടിപ്പിടിച്ച് അങ്ങ് പ്രാർത്ഥിച്ചു. എൻ്റെ അടുക്ക ബന്ധനം വഴിയാനും ഭൂതം പോകാനും പ്രവചനം കേൾക്കാനും ഒക്കെ വരുന്നവരുണ്ട്. പക്ഷേ എനിക്ക് അതിനെക്കാട്ടി ഇഷ്ടം കോപം മാറി അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നവനാ. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിന്റെ തടസ്സം കോപമാണെങ്കിൽ ഇന്ന് ആ കോപം നിന്റെ ജീവിതത്തിൽ നിന്ന് മാറട്ടെ. കോപിക്കാതെ ജീവിക്കാൻ. അടുത്തിരിക്കുന്ന കൈ കൊടുത്തേച്ചൊരു ഒരു ഉപദേശം കൊടുത്തേ, കോപിക്കാതെ ജീവിക്കാൻ പഠിക്കണമെന്ന് പറ. ചിരിച്ചോണ്ട് പറ. ഇപ്പോഴും കോപിച്ചോണ്ടാ നോക്കിക്കൊണ്ടാ പറയുന്നത്, കോപിക്കാതെ ജീവിക്കാൻ പഠിക്കണം. അങ്ങനല്ല, ചിരിച്ചോണ്ടെന്ന് പറ, കോപിക്കാതെ. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, ഈ നിങ്ങൾ കോപിക്കാതിരിക്കാമെങ്കിൽ നിങ്ങളെ കാണാൻ എത്ര നല്ലതെന്നറിയോ. ഇനി കോപം വിടുക. സ്തോത്രം. കുറച്ചുകൂടെ പറയാനുണ്ട്, പക്ഷേ ഞാൻ ഇപ്പം വിടുക. കാരണം ഇപ്പം വിട്ടാലേ വേറൊരു ഭാഗത്ത് വരാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. ഒന്ന് നെഞ്ചത്ത് കൈവച്ച് പറ, കോപിക്കാതെ ജീവിക്കാൻ. നിങ്ങൾക്ക് മാത്രമല്ല, ഇതെനിക്കുള്ളൊരു ദൂത. പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിങ്ങളുടെ പല അനുഗ്രഹങ്ങളും ബ്ലോക്കാകാൻ കാരണം നിങ്ങളിൽ ഉരുവാകുന്ന കോപമാണ്. ഹല്ലേലൂയ. ചില ആൾക്കാരെ കൊണ്ട് ഈ കോപിക്കുമ്പോൾ ചെവിയൊക്കെ അങ്ങ് ചുമക്കും. ചെവിയൊക്കെ അങ്ങ്. സ്തോത്രം. ഒരിക്കലൊരു ലോഡ് പറയുന്നത് ശരിയാണെന്നൊന്നും എനിക്കറിയത്തില്ല. സ്തോത്രം. എങ്ങനെ പറയുന്നു എനിക്കറിയത്തില്ല. ഒരിക്കൽ ഒരു ചെറുക്കനെയും പെണ്ണും കൊണ്ട് വീട്ടുകാർക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ പെങ്കൊച്ച് മാത്രം കല്യാണത്തിന് സമ്മതിക്കത്തില്ല. അപ്പോൾ പെങ്കൊച്ചിനെ എൻ്റെ അടുക്ക കൊണ്ടുവന്നു. അപ്പനും അമ്മയും കൂടെ, പാസ്റ്ററെ, നല്ല കുടുംബം, നല്ല വിദ്യാഭ്യാസം, നല്ല പ്രാർത്ഥിക്കുന്ന ചെറുക്കൻ, ഉപവാസം ഇരിക്കുന്ന ചെറുക്കൻ, ഇവളെ കാട്ടി സൗന്ദര്യമുള്ള, എന്തുകൊണ്ടാണ് ഇവൾ സമ്മതിക്കാതെ? ഇവൾക്ക് വേറെ എന്തെങ്കിലും അഫെയർ ഉണ്ടോ? ഞാൻ ആ പെങ്കൊച്ചനോട് ചോദിച്ചു. അന്നേരം അവൾ പറഞ്ഞു, പാസ്റ്ററെ, അവനൊരു കുഴപ്പമുണ്ട്. എന്താ? അവൻ്റെ ചെവിയെന്ന് രോമങ്ങൾ വളർന്നു നിൽക്കുന്ന കണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടില്ലല്ലോ. ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കങ്ങനെ രോമങ്ങൾ? അവരെല്ലാം കോപിഷ്ഠരാ. ഇവനെ കെട്ടി അടി വാങ്ങിച്ചെൻ്റെ ഊപ്പാട് വരും. എനിക്കറിയത്തില്ല, ആ പെങ്കൊച്ച് പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. പോട്ടെ, നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ നിങ്ങളോട് പറയാം, കോപമുള്ളവൻ്റെ കൂടെ ജീവിക്കുന്നത് ബോംബുള്ള വണ്ടിയെ പോന്ന പോലെ. ഹല്ലേലൂയ. ചില വീട്ടിലൊക്കെ ചെല്ലുമ്പം പ്രാർത്ഥിച്ചോണ്ടാ ചെല്ലുന്നത്. എപ്പോഴാ പൊട്ടിത്തെറിക്കുന്നെന്ന്? പൊട്ടിത്തെറിക്കാൻ ഒരു കാരണവും വേണം. ചിലപ്പം കറിക്കകത്തിട്ട് തവി ചെറുതായി പോയാൽ മതി, പിന്നെ അവിടെ കറി നടക്കുകയല്ല, പിന്നെ അവിടെ ഫുഡ് നടക്കുകയല്ല, ബഹളവും. ചില പറയുമ്പോൾ നേരാന്ന്. നിങ്ങളെന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പം കോപിക്കരുത് ഒന്ന് പറഞ്ഞേ. എന്തോ ലൈവിൽ കാണുന്നവരോട് പറയാം, നിങ്ങൾ ഒന്ന് പറഞ്ഞ് കോപിക്കരുത്. ഹല്ലേലൂയ. ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ഒരൊറ്റ കാര്യം ഇന്ന് വിടുതലുണ്ടായാൽ മതി, കോപിക്കാതെ ജീവിക്കാൻ.
നിങ്ങൾക്ക് എന്തെങ്കിലും കാണുമ്പോൾ ഈ ജ്വലിക്കുന്ന ആ സ്വഭാവം അങ്ങ് നിർത്തണം. ചിലരോടൊക്കെ നമ്മൾ പറയുമ്പോൾ സൂക്ഷിച്ച് പറഞ്ഞില്ല അവർ എന്തുവാ പറഞ്ഞു പിടിപ്പിക്കുന്നതെന്ന് അറിയത്തില്ല. അങ്ങനെയല്ല, കോപിക്കാതെ ജീവിക്കണം. രണ്ടാമത്തെ കാര്യം ആ വാഗ്വാദം. എന്തുവാ വാഗ്വാദം? വാഗ്വാദം എന്ന് പറഞ്ഞാൽ എന്താ? വാക്കുകളിലൂടെ നടക്കുന്ന തർക്കം. വാക്കുകളിലൂടെ ഈ ചിലർ കണ്ടിട്ടില്ലയോ, ഭയങ്കര സംസാരം. ചിലരുടെ ഈ ചില വീട്ടിലൊക്കെ നമ്മൾ ഈ ചില പ്രശ്നമൊക്കെ തീർക്കാൻ ചെല്ലുമ്പോൾ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുക. ഞാൻ സ്തോത്രം, മതിലകത്തെ അച്ചായൻ്റെ മോള, ഞങ്ങളുടെ കുടുംബത്തിൽ ക്ഷമിച്ചുള്ള ശീലമില്ല. അന്നേരമൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന, കർത്താവേ ഈ കൊച്ചിൻ്റെ വായൊന്ന് അടയ്ക്കണേ കർത്താവേ, കാരണം അടച്ചേ പറ്റൂ. തർക്കം. ചില കുടുംബത്തിൽ ഭയങ്കര തർക്കമാണ്. ഭർത്താവ് 1 പറയും, ഭാര്യ 2 പറയും, ഭാര്യ 2 പറയും, ഭർത്താവ് 4 പറയും, ഭർത്താവ് 4 പറയും, അവൻ നാട്ടുകാർ 8 പറയും. ഭയങ്കര തർക്കമാണ്. നിന്ന് വാദിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ എന്തോ ചെയ്യണമെന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ആമീൻ, സ്തോത്രം. ആമീൻ, നിങ്ങൾ വാഗ്വാദങ്ങൾ വിടണം. എത്ര പേര് ആമീൻ പറയാൻ പറ്റും? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഈ വഴക്കുണ്ടാക്കാൻ ചിലർ കണ്ടിട്ടില്ല, ആര് വഴക്കുണ്ടാക്കാൻ വന്നാലും. ചിലർ ഞാൻ കണ്ടിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ഒരാൾ വഴക്കുണ്ടാക്കും. നിന്നോട് നീ കൊള്ളത്തില്ലടാ, നീ പന്നനോടാ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വഴക്കുണ്ടായിരിക്കുമ്പോൾ ആ പുള്ളി മിണ്ടുന്നില്ല. ഞാൻ പുള്ളിയോട് ചോദിച്ചു, എന്നാ മിണ്ടാത്തെ? മിണ്ടാൻ കൊള്ളുകയല്ല, അതുകൊണ്ടാണ് മിണ്ടാത്തെ. ഇവനോട് മിണ്ടിയ പ്രശ്നമാണ്. അതുകൊണ്ട് എന്തുവാ, അവനിപ്പോൾ അടുത്ത ബസ് വരുമ്പോൾ അവൻ പോക്കോളൂ. സ്തോത്രം. ഉമ്മൻചാണ്ടി സാറ് കേരളം ഭരിച്ചുകൊണ്ടിരുന്നപ്പം ഉമ്മൻചാണ്ടി സാറിൻ്റെ അടുക്കൽ ഒരു പുള്ളിക്കാരന്, അടുക്കളയിലൊരു പുള്ളിക്കാരൻ ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഞാൻ പുള്ളിയോട് ചോദിച്ചു, സാറിൻ്റെ അനുഭവങ്ങളും എല്ലാം, ഉമ്മൻചാണ്ടി സാറിൻ്റെ അനുഭവങ്ങളും എല്ലാം അറിവിലുണ്ടോ എന്ന് ചോദിച്ചു. നമ്മളിങ്ങനെ ആരെ കണ്ടാലും ചോദിക്കുവേ, നല്ല നല്ല ആൾക്കാരെ കാണുമ്പോൾ അവർ പറഞ്ഞു, സാറ് കേരളം ഭരിക്കുന്ന സമയത്ത് ഒരു ദിവസം താൻ വീട്ടിൽ വന്നു, പുതുപ്പള്ളിയിലെ വീട്ടിൽ. മൊത്തം പോലീസ് ആ വീടിന് മുറ്റത്തല്ല. അപ്പോൾ ഒരുത്തൻ വെളിയിൽ നിന്നുകൊണ്ട് ഉമ്മൻചാണ്ടി സാറിനെ ചീത്ത വിളിക്കുക. അപ്പോൾ പോലീസ് ഓഫീസർ പറഞ്ഞു, ഇനിയും നീ വിളിച്ചാൽ നിന്നെ അന്നേരം ഞാൻ തൂക്കി എടുത്തോണ്ട് പോകുന്നു പറഞ്ഞു. എന്നിട്ട് നേരെ സാറിൻ്റെ അടുക്കൽ ചെന്നു, സാറേ ഒരുത്തൻ കടന്ന് ചീത്ത വിളിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം സാറ് ചോദിച്ചു, അവൻ്റെ പേര് കുഞ്ഞുഞ്ഞനാണോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. പുള്ളി വിളിച്ചെന്ന് ചോദിച്ചു, നിൻ്റെ പേര് കുഞ്ഞുഞ്ഞനാണോ? ആ. ചെന്ന് പറഞ്ഞു, നീ ഒരു 100 രൂപ പോക്കറ്റിൽ നിന്നെടുത്ത് അവന് കൊടുത്തേക്കാൻ പറഞ്ഞു. ആ പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ, സാറ് പറഞ്ഞു ഇത് നിനക്ക് തരാൻ. അന്നേരം അമ്മൻ ഉമ്മൻചാണ്ടി നേതാവ് എന്ന് പറഞ്ഞ് മുദ്രാവാക്യം പിടിച്ചോണ്ട് പോയി. അദ്ദേഹം പറഞ്ഞ അനുഭവം. ഈ നിങ്ങൾ ശ്രദ്ധിക്കണം, ചിലരുമായിട്ട് വാഗ്വാദത്തിന് നിങ്ങൾ പോകരുത്. ആ വാഗ്വാദം നിനക്ക് ലൈഫിൽ പരാജയമാണ്. ഒരിക്കലും നിനക്ക് വാഗ്വാദം ഉണ്ടാകാതിരിക്കട്ടെ. ഹല്ലേലൂയ. ചില വീടിനകത്ത് കണ്ടിട്ടില്ലയോ, ഭാര്യ 1 വാക്ക് പറയും, ഭർത്താവ് 4 വാക്ക് പറയും, ഭർത്താവ് 4 വാക്ക് പറയും, ഭർത്താവ് 8 വാക്ക് പറയും. പിന്നെ അവസാനം കൂട്ടയടിയ. എവിടാ പ്രശ്നം? വാഗ്വാദം. ഈ പ്രവചനത്തിൽ ഒരു സന്ദേശമുണ്ട്. യെശയ്യാ പ്രവചനത്തിലാണ് സന്ദേശം കിടക്കുന്നത്. അവിടെ വായിച്ചിട്ട് വിശുദ്ധ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാമെന്ന ദൂതിലേക്ക് നമ്മൾ വരാൻ പോവുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം, ഒരുത്തൻ നിന്നോട് കലശൽ കൂടുന്നു എങ്കിൽ അതെന്റെ ഹിതപ്രകാരം അല്ല. ഒരുത്തൻ നിന്നോട് കലശൽ കൂടുന്നുവെങ്കിൽ അതെന്റെ ഹിതപ്രകാരമല്ല. ഒരുത്തൻ നിന്നോട് കലശൽ കൂടുന്നുവെങ്കിൽ അതെന്റെ ഹിതപ്രകാരമല്ല. ആരെങ്കിലും നിന്നോട് കലശൽ കൂടിയാൽ അവൻ നിന്റെ നിമിത്തം വീഴും. എന്നിട്ട് താഴെയുണ്ട് 17-ാം വാക്യം, നിനക്ക് വിരോധമായി വരുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. ആര് നിന്നോട് വഴക്കുണ്ടാക്കാൻ വന്നാലും, ആര് നിന്നെ ഉപദ്രവിക്കാൻ വന്നാലും, നീ പറഞ്ഞോണം അത് ദൈവത്തിന്റെ ഹിതമല്ല. ഓ ലോർഡ്, നിനക്ക് വിരോധമായി വരുന്ന, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. ഓ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഇനി പ്രധാന തൂത്. അപ്പൊ 2 കാര്യം വിടണം. എന്തൊക്കെയാ? നിങ്ങൾ ഇത്തരം തന്നെ കൈയടിക്കുക ആത്മാവിലാകുകയും ചെയ്യാതിരുന്നതിൻ്റെ കാരണം അറിയാവോ? വിടണമെന്ന് പറഞ്ഞോണ്ടാ. ബ്രദറെ, കോപവും വാഗ്വാദവും വെച്ചാലും കുഴപ്പമില്ല, നീ കൈ ഉയർത്തി അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നിങ്ങളെല്ലാം ഇപ്പം ആരാധിച്ച് കയറിയതി. സ്തോത്രം. അടുത്തിരിക്കുന്ന ആളോടൊന്ന് തൊട്ടുവെച്ച് പറ, ഈ 2 കാര്യം വിടണമെന്ന് പറ. വലിയ പാടാ ഈ 2 കാര്യം. ഇനി നിങ്ങൾ എന്നെ നോക്കിയ ഒരു ചോദ്യം, ഇത് വിടേണ്ടതല്ലയോ? അല്ലയോ?
ആരും വേണ്ട തലയിലും ഒന്ന് കൂലി അല്ലേ. എന്നിട്ട് പൗലോസ് തിമോത്തിയോസിനോട് പറയുകയാണ്, എഫെസോസിലെ സഭയെ പഠിപ്പിക്കണം, വിശുദ്ധ കൈകൾ ഉയർത്തി നിങ്ങൾ പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? ഈ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, അറയിൽ കടന്ന് വാതിലടച്ച് പ്രാർത്ഥിക്കണം, മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കണം, കൈ ഉയർത്തി പ്രാർത്ഥിക്കണം. ഞാനിന്നൊരു വിടുതലേക്ക് വരാൻ പോവാ. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ലോർഡ്, സ്വഭാവങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിന്റെ പ്രാർത്ഥന പ്രശ്നങ്ങളെ തൊടും. ഓ, എത്ര പേർക്ക് അതിന് ആമീൻ പറയാൻ പറ്റും? പ്രാർത്ഥിക്കുന്നവന്റെ പ്രത്യേകത, നിങ്ങൾ എന്നോട് ചില സമയത്ത് ആരാധിക്കുമ്പോൾ നമ്മൾ പറയും കൈ ഒന്ന് ഉയർത്തിപ്പിടിക്കുക. ഹല്ലേലൂയ. ഈ ബൈബിളിൽ വാക്യമുണ്ട്, നിന്റെ കൈകളെ ഞാൻ എന്ത് ചെയ്യും? യുദ്ധം അഭ്യസിപ്പിക്കും. നിന്റെ വിരലുകളെ, ഒരാമീൻ പറഞ്ഞാട്ട്. ഇവിടെ ഇരിക്കുന്ന ചിലരെ തമ്പുരാൻ ചിലത് അഭ്യസിപ്പിക്കാൻ പോവുക. നിങ്ങൾക്ക് മനസ്സിലാകാം, മോശ നോക്കിയപ്പോൾ മോശയുടെ മുമ്പിൽ അത്യുഗ്ര വിഷമുള്ളൊരു പാമ്പ് പത്തി വിടർത്തി നിൽക്കുക. ലോർഡ്, മോശ പേടിച്ചോടാൻ തുടങ്ങിയപ്പോൾ ദൈവം പറഞ്ഞു, ഓടരുത്, നീ കൈ നീട്ടി അതിന്റെ വാലെ പിടി. അർത്ഥം എന്തുവാ? ഒരിക്കലും ഒതുങ്ങാത്ത സർപ്പം നിന്റെ കയ്യിൽ ഒതുങ്ങും. ഒരാമയും പറഞ്ഞു തുടങ്ങണം. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, നിന്റെ കുടുംബത്തെ നശിപ്പിക്കാൻ, നിന്നെ നശിപ്പിക്കാൻ, നിന്റെ സന്തതിയെ നശിപ്പിക്കാൻ നിനക്കെതിരെ പിണം പിളർത്തി ആടുന്ന സർപ്പത്തെ നിന്റെ കൈപ്പിടിയിൽ. ഓ, എന്തോ ചിലതൊക്കെ ഒതുങ്ങാൻ പോവുക. നിന്റെ ഭാവിക്കും ബിസിനസിനും കുടുംബത്തിനും എതിരെ പോരാടുന്ന ദുഷ്ടശക്തികളെ കൃപ വ്യാപരിച്ചു തുടങ്ങട്ടെ. ആരാധിക്കുന്ന ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് ദൂത് പറയുക, നിന്റെ ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ഞാൻ ഒരിക്കൽ ഒരു ബോംബെയിൽ പ്രസംഗിക്കാൻ പോയ സമയത്ത്, സ്തോത്രം, ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ഇതിന് മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞതാ, ഒരു വീട്ടിൽ ചെന്നപ്പോൾ 3 ഫോട്ടോ ഇരിക്കുന്നു ചുവരയിൽ. ആദ്യത്തെ ഫോട്ടോ, സ്തോത്രം, ദേഹം മുഴുവൻ വെള്ളപ്പാണ്ട് പിടിച്ചൊരു ഫോട്ടോ. രണ്ടാമത്തെ ഫോട്ടോ പാൻറ് ഇട്ടിട്ട്, ദൈവത്തിന് സ്തോത്രം, ഫുൾ ശരീരം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ. മൂന്നാമത്തെ ഫോട്ടോ സൂട്ടും കോട്ടും ഇട്ട ഫോട്ടോ. ഞാൻ സൂക്ഷിച്ചു നോക്കിയാൽ പുള്ളി പറഞ്ഞു, 3ഉം 1 അത് ഞാനാ. 3ഉം 1 അത്. അപ്പൊ ഞാൻ ചോദിച്ചു, 10-16 വർഷം വെള്ളപ്പാണ്ട് പിടിച്ചവനായിരുന്നു. ബോംബെയിൽ ഒരു ആഫ്രിക്കക്കാരൻ പ്രസംഗിക്കാൻ വന്നു. ഞാൻ ഒത്തിരി പുറകിരിക്കുക. പ്രസംഗത്തിനിടെ പുള്ളി പ്രസംഗത്തിനിടയ്ക്ക് ഇറങ്ങി വന്ന് എൻ്റെ തലയ്ക്ക് ചുറ്റും ഒന്ന് ഒഴിഞ്ഞിട്ട് ഇങ്ങനെ കൈയൊന്ന് കറക്കി വെച്ച് പറഞ്ഞു, നിന്റെ തലയെ ചുറ്റി നിന്റെ സൗന്ദര്യത്തെ വികൃതമാക്കിയതിനെ ഞാൻ അഴിച്ചങ്ങ് എറിയുക. ലോർഡ് ലോർഡ് ലോർഡ്, വീണ്ടും ഞാൻ പറയുന്നത്, നിന്റെ കൈപ്പിടിയിൽ ചിലത് ഒതുങ്ങും. ആരുടെ മുമ്പിൽ ഒതുങ്ങാത്ത നീ ഓടേണ്ടവനല്ല. കൃപ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് രണ്ടാമത് എടുത്ത ഫോട്ടോയാണ് പാൻറ് ഇട്ടിട്ട് ഷർട്ട് ഇടാതെ പുതിയ സ്കിന്ന്. പുള്ളി പറഞ്ഞു, അന്ന് രാത്രി കടന്നു ഇറങ്ങി രാവിലെ എഴുന്നേറ്റപ്പോൾ 200 പപ്പടം പൊട്ടിച്ചിട്ടാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ ബെഡിൽ മുഴുവൻ സ്കിന്ന് പൊഴിഞ്ഞു പോയത് കിടക്കുക. ഹോ, എന്നോട് പറഞ്ഞു, പാസ്റ്റേ 16 വർഷം കഴിക്കാത്ത മരുന്നില്ല, ഫുൾ കയ്യൻ ഷർട്ട് വിട്ട് ഇവിടെ വരെ ദൈവത്തിന് സ്തോത്രം കമ്പിളിയും പതിപ്പിച്ച് നടന്ന എന്നെ ഒരു ദൈവമനുഷ്യൻ വന്ന് തലയ്ക്ക് ചുറ്റും കൈയൊന്ന് കറക്കി വെച്ച് പറഞ്ഞു, നിന്റെ സൗന്ദര്യത്തെ തകർത്തതിനെ ഞാൻ. അതുകൊണ്ട് അഭിഷക്തന്മാരെ ദൈവം പറഞ്ഞത്, നിങ്ങൾ രോഗികളുടെ മേൽ കൈവെക്കണം. ഒരാമീൻ പറഞ്ഞു തുടങ്ങണം, നിങ്ങൾ രോഗികളുടെ മേൽ. കൃപ വ്യാപരിച്ചു തുടങ്ങട്ടെ. ഇത് പ്രസംഗമല്ല, ഒരു ശുശ്രൂഷയാ. ഒതുങ്ങാത്ത ചില സർപ്പശക്തികൾ ഇന്ന് പകൽ നിന്റെ കൈപ്പിടിയിൽ ഇതുപോലെ. ആരോടൊക്കെയോ ദൈവം പ്രവചിക്കുക. യേശുവിന്റെ നാമത്തില് പ്രാർത്ഥനയുടെ ശക്തി വ്യാപരിക്കട്ടെ. പ്രാർത്ഥനയുടെ
ഒറ്റ കാര്യം പറയാനുള്ള സമയമേ ഉള്ളൂ. ആ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാം. എന്നോട് ദൈവത്തിന്റെ ആത്മാ പറഞ്ഞു, ഈ 2 കാര്യം ജീവിതത്തിൽ മാറ്റം വരുത്തണം. 1 കോപം, 2 വാക്ക്. വാദിക്കുന്ന സ്വഭാവം മാറ്റണം. എന്നിട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയെക്കുറിച്ച് ബൈബിളിൽ തന്നേക്കുന്ന ഒരു ദൂത, അറയിൽ കടന്ന് വാതിലടച്ച് പ്രാർത്ഥിക്കണം. ഒരാമയും വരുന്നില്ല. ഞാനൊരു ദൂത് പറയാം. നിനക്ക് 100 തടസ്സം നിനക്ക് മുമ്പിലുണ്ടെങ്കിലും നിനക്കൊരു പ്രാർത്ഥനാ മുറി ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ വാക്ക് തെറ്റി, നിനക്ക് എന്തോ ഉണ്ടെങ്കിൽ തെറ്റാ. ഇഷ്ടം പോലെ പ്രാർത്ഥനാ മുറിയുണ്ട്, പക്ഷെ കേറുന്നില്ല. നീ എവിടെ കേറുന്നില്ല? TV റൂമിൽ ഇരിക്കുന്നുണ്ട്, എവിടെ കേറുന്നില്ല? പ്രാർത്ഥനാ മുറി കേറുന്നില്ല. ചില വീടൊക്കെ പറയും, ഇത് ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിയാ, പക്ഷെ ഇന്ന് വരെ അകത്ത് കയറി പ്രാർത്ഥിച്ചിട്ടില്ല. ഒരു ബൈബിള് നൂത്ത് വെച്ചേക്കാ, ഒരു ലൈറ്റും കത്തിച്ചിട്ടേക്കോ, പക്ഷെ ഇന്ന് വരെ കേറിയിട്ടില്ല. അറയിൽ കടന്ന് വാതിലടച്ച് പ്രവാചകനോട് ചോദിച്ചാ പറ, എനിക്ക് പാർക്കാൻ തന്ന വീട്ടിൽ മരിച്ച കൊച്ചിനെ കൊണ്ട് കടത്തിയാൽ പ്രാർത്ഥന ജീവനാക്കും. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന നിനക്ക് വഴി കാണിച്ചു തരാൻ പോവുക. നിന്റെ ബുദ്ധിക്ക് എത്താത്ത ചില വൻകാര്യങ്ങൾ പ്രാർത്ഥനയിൽ നടക്കാൻ പോവുക. യേശുവിന്റെ നാമത്തില്. ഒരിക്കല് എനിക്കൊരു അനുഭവം ഈ കഴിഞ്ഞ ഒരു 5-6 മാസം മുമ്പ് ഉണ്ടായി. അത് പറയണമെന്ന് എന്നോട് കർത്താവ് പറഞ്ഞു. സ്തോത്രം. 5 ഏജൻസികളിൽ പൈസ അടച്ചിട്ട് ഒരു രാജ്യത്തും പോകാനൊക്കാതെ പാസ്പോർട്ട് ഒരു ഏജൻസിയിൽ ബ്ലോക്കായ ഒരു ബ്രദറിനെ കാണാൻ വന്നു. അവൻ കാണാൻ വന്നിട്ട് എന്നോട് ചോദിച്ചു, ഞാൻ മന്ത്രിയുടെ ഓഫീസുമായി ഇടപെട്ടിട്ടുണ്ട്, അവിടുന്ന് വിളിക്കും ഏജൻസി എൻ്റെ പാസ്പോർട്ട് തരാൻ, പോലീസ് അധികാരിയോട് സംസാരിക്കും. ഞാൻ പറഞ്ഞു, എളുപ്പവഴി പറയാം. എന്നോട് ചെന്ത് എളുപ്പവഴി? 14 ദിവസം, അന്നേരം 14 കിട്ടി, അതുകൊണ്ട് 14 പറഞ്ഞു. രാത്രി 2 മണി തൊട്ട് 4 മണി വരെ മുടങ്ങാതെ പ്രാർത്ഥിച്ചാൽ നിന്റെ പാസ്പോർട്ട് കൊണ്ടുവന്ന് നീ കൊടുത്ത കാശും കൊണ്ടുവന്ന് വിളിക്കും നിന്നെ. അപ്പോൾ നീ പണ്ട് കൊടുത്തിടത്ത് നിനക്ക് വിസ അപ്രൂവൽ ആകും, നിനക്ക് പോകാം. എല്ലാത്തിനും തടസ്സം പിശാചല്ല, നമുക്ക് തടസ്സം നമ്മളാ. ഗ്ലോറി. അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 11ാമത്തെ ദിവസം എന്നെ വന്ന് കണ്ടപ്പോ പാസ്പോർട്ടും ഉണ്ട്, വിസയും ഉണ്ട്. അവൻ എന്നോട് പറഞ്ഞു, 3 ഏജൻസിക്കാര് പൈസ റിട്ടേൺ തന്നു, ഒരു ഏജൻസിക്കാർ തരാമെന്ന് പറഞ്ഞു. ഇത്രയും നാൾ ഇത് എവിടെ ആയിരുന്നു? 10 ദിവസം അവൻ പ്രാർത്ഥിച്ചതേ ഉള്ളൂ. ഞാനൊരു ദൂത് നിന്നോട് പറയാം, നിന്റെ ഒരാടെ പ്രാർത്ഥന ബ്ലോക്കായി പോയ വഴികളെ യേശുവിന്റെ നാമത്തില് കൃപ വ്യാപരിച്ചു തുടങ്ങട്ടെ. കൃപ. അല്പനേരം സ്തുതിക്കാമെങ്കിൽ സ്തുതിച്ചോ, അല്പനേരം ആരാധിക്കാമെങ്കിൽ ആരാധിച്ചോ. എനിക്കെന്തോ ചിലരുടെ വീട്ടിൽ പ്രാർത്ഥന ഉയരണം, ചിലരുടെ കുടുംബത്തിൽ പ്രാർത്ഥന. എന്നോട് ദൈവം പറഞ്ഞു, നിനക്കെതിരെ ചിലർ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഇന്നത്തെ പ്രാർത്ഥന ആ പ്രവർത്തികളെ മരവിപ്പിക്കാൻ പോവാ. യേശുവിന്റെ നാമത്തില് ഞാനൊരു വെളിപ്പാട് കാണുക. ഇന്ന് ചില പദ്ധതികളെ കലക്കിക്കളയും ദൈവം. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന കൃപ. എവിടോ ഒരു വിടുതലിന്റെ ശബ്ദം. പ്രാർത്ഥന. യെസ്. കൃപ. കൃപ. ഒരു വാക്യം ഒന്ന് വായിക്കണം. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം.
ഗ്ലോറി. 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കണം. ഗ്ലോറി, ഗ്ലോറി. മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു. അപ്പോൾ യഹോവ, ഇതാ ജനമൊന്ന്, അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന്, ഇതും അവർ ചെയ്തു തുടങ്ങുന്നു. അവർ ചെയ്യുവാൻ നിരൂപിക്കുന്ന ഒന്നും അവർക്ക് അസാധ്യമാകയില്ല. വരുവിൻ, നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാണ്ടിരിക്കേണ്ടതിന് അറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കിക്കളക എന്ന് അരുളി ചെയ്തു. ദൈവം മനുഷ്യന്റെ പ്രവൃത്തി നോക്കാൻ ഇറങ്ങി വന്നപ്പോൾ കുറെ മനുഷ്യർ ഒരുമയോടൊരു പണി നടത്തുക. ദൈവത്തിന് മനസ്സിലായി ആ പണിയെ വിട്ടാൽ ദൈവപദ്ധതി അത് മറിക്കും. ദൈവം ഇറങ്ങി വന്നൊരു കാര്യം ചെയ്തു. ഒരുമയോടെ പണിതവന്റെ ഭാഷ കലക്കി എന്ന് പറഞ്ഞ, ഒരുത്തൻ സിമന്റ് ഇടാൻ അറബി പറയുമ്പം മറ്റവൻ വെള്ളം ഒഴിക്കുന്ന കാര്യം ഹിന്ദി പറയുക. അവ ഹിന്ദി പറഞ്ഞപ്പം മറ്റവൻ സിമന്റ് പൊട്ടിക്കുന്ന കാര്യം ഉറുദുവി പറയുക. അവിടെ മിണ്ടുന്നില്ല. ചുരുക്കി പറഞ്ഞ പണി ഉഴപ്പി. ഒന്നിച്ച് പണിയാൻ വന്നവന് തമ്പുരാൻ ഒരു പണി കൊടുത്തു. ഞാനിവിടെ നിന്നുകൊണ്ടൊരു വെളിപ്പാട് പറയാം. എവിടൊക്കെയോ ചിലർ ഒന്നിച്ചിട്ടുണ്ട്. അവർ നിനക്ക് വിരോധമായി എന്തോ പണിയാൻ തുടങ്ങുന്നു. ഈ വെളിപ്പാട്, ഈ ഫാസ്റ്റിംഗ് പ്രയറിനകത്ത് നിനക്ക് വിരോധമായി പണിയുന്ന പണി ദൈവം കലക്കും. വിടുതലൊന്ന് സ്വീകരിച്ച് യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്. വിപത്ത് വന്നിട്ടല്ല കരയേണ്ടത്, വരും മുമ്പ് പ്രാർത്ഥിച്ച്. ഇന്നത്തെ ദിവസം എഴുതിയിട്ടു, ദൈവം ചിലതിനെ പല ധ്രുവത്തിലേക്ക് ചിതറിച്ച് നിനക്ക് വരേണ്ട പ്രതിസന്ധി മാറ്റിയെന്ന് അല്പ ദിവസം കഴിയുമ്പോൾ നീ അറിയും. ഇന്ന് നമ്മളൊരു അറയിൽ കയറിയേക്കുക പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥന നിനക്ക് വേണ്ടി ചിലയിടത്ത് നടക്കുന്ന മൂവ്മെന്റ്സ്, നിനക്കെതിരെ ചമയ്ക്കുന്ന ചില രേഖകൾ ഇന്നത്തെ പ്രാർത്ഥന ക്യാൻസലാവും. നിന്നെ ഒതുക്കാൻ യേശുവിന്റെ, ഞാൻ ഈ വെളിപ്പാട് ഇന്നലെ തൊട്ട് എൻ്റെ ഉള്ളിൽ, 2 ദിവസം മുമ്പ് എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് തന്നു. ഒരു കാര്യം പറയാം, മാനുഷികമായി നോക്കിയാൽ ഞാൻ ഇന്നിവിടെ പ്രസംഗിക്കേണ്ടതല്ല. കാരണം എനിക്ക് ഏറ്റവും പ്രിയവും വാത്സല്യവുമുള്ള ഒരാളുടെ മരണം കഴിഞ്ഞ ദിവസം നടന്നു. ഇന്ന് ഫ്യൂണറല. ജീസസ്, ഈ ദൂത് എനിക്ക് തന്നില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഇന്നിവിടെ പോയേനെ. ജീസസ്, ഞാൻ പോകാതിരിക്കുന്നത് തെറ്റുവാ. പക്ഷെ അതിനേക്കാൾ വലുതാണ് ജീസസ് ഇന്നിവിടെ നടക്കുന്ന ദൈവപ്രവൃത്തി. അത് ആത്മാവി കണ്ടോണ്ട് എന്നോട് പറയുക, ഇന്ന് ചില പദ്ധതി ദൈവം കലക്കിക്കളയും. നിന്റെ ബിസിനസ്സിനെതിരെ, നിന്റെ വീടിനെതിരെ, നിന്റെ സഭയ്ക്കെതിരെ, നിന്റെ ദൈവം ഇറങ്ങി വരുന്നു. ഈ ദിവസങ്ങളിൽ മറുപടി കാണാൻ പോവുക. ഈ ദിവസങ്ങളിൽ മറുപടി കാണാൻ പോവുക. ഈ ദിവസങ്ങളിൽ ചിലരുടെ അകത്ത് തീ, വചനത്തിന്റെ അഗ്നി. നിനക്കെതിരെ ചിലർ ഒന്നിച്ചിട്ടുണ്ട്. ആത്മാവ് വെട്ടിക്കളയുന്നു. പെട്ടെന്ന് പോയാലേ നമുക്ക് ദൂത് തീരത്തുള്ളൂ. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഒരു കാര്യം പറയുന്ന കാഴ്ച പറയാം. ഇന്നത്തെ പ്രാർത്ഥന കഴിയുമ്പം നിനക്ക് ചില വഴി തെളിയും. നിന്റെ മുമ്പിൽ വഴിമുടക്കിയായി നിന്നവൻ ഇന്നത്തെ പ്രാർത്ഥനയിൽ വഴിമാറും. ഞാൻ നിങ്ങളോട് വീണ്ടും ആഹ്വാനം ചെയ്യുന്നത്, 2 സ്വഭാവം ലൈഫിൽ നിന്ന് മാറ്റിയിട്ട് ഒരു സ്വഭാവം ഏറ്റെടുക്കണം. പ്രാർത്ഥിക്കുന്ന സ്വഭാവം. നീ ജനിച്ചിട്ട് ഇതുവരെ കാണാത്ത രോഗസൗഖ്യം നീ കാണും. നീ ജനിച്ചിട്ട് ഇതുവരെ മാറാത്ത തടസ്സങ്ങൾ ഇന്ന് മാറും. യേശുവിന്റെ നാമത്തില് ഇന്ന് പകൽ പ്രാർത്ഥനയുടെ ജാഗരണം ഇവിടെ ഉണ്ടാകാൻ പോവുക. ശരീരത്തെ ബാധിച്ച രോഗാത്മാവിന്റെ വ്യാപാരങ്ങള്, എന്നോട് ദൈവം പറയാ, വർഷങ്ങളായി നിന്നെ അലട്ടിയ ചില രോഗാണുക്കൾ ഇന്ന് ഹനിച്ചു.
പ്രാർത്ഥനയാ എപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാ. പ്രാർത്ഥനയാ എപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാ. നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിത. ഓ നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിത. പ്രാർത്ഥനയാ എപ്പോഴും നിന്റെ വായെന്ന് തുറന്നേ പാടാൻ. ജാഗരിച്ചു സ്ക്രീനിൽ നോക്കി പാടിക്കേ. പ്രാർത്ഥനയാ എപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാ. നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിതനേ. നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിത. ഉറപ്പിക്കന്നേ നാഥ, നിറയ്ക്കായെന്നെ ശുദ്ധാത്മാ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ ചുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്താലെ നന്ദി യേശുവേ. ചുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. എനിക്ക് ഇനി ഞങ്ങൾ മൂന്നും കൂടെ ശുശ്രൂഷിക്കാൻ പോവാ. എനിക്ക് തരുന്ന ബോധ്യം പറയാം. മോശയുടെ കയ്യിൽ ഒരു സർപ്പം ഒതുങ്ങിയ പോലെ ഈ ദിവസങ്ങളിൽ നിന്റെ കയ്യിൽ ചിലത് ഒതുങ്ങിയേ പറ്റൂ. ഹാ. ഞാൻ വലിയത് പ്രതീക്ഷിച്ചോണ്ടാ ഇന്ന് ഈ മീറ്റിംഗ് നിൽക്കുന്നേ. വലിയത് പ്രതീക്ഷിച്ചോണ്ടാ നിൽക്കുന്നേ. ഒരു പ്രസംഗം കേൾക്കാൻ വന്നതല്ല. നിന്റെ മിനിസ്ട്രി മാറാൻ പോവുക. 4 പുറം അടച്ചു കെട്ടി നിന്നെ ദേശത്ത് ഒതുക്കിയെങ്കിൽ നിന്നെ പുറത്തെടുക്കുന്ന കൃപ. ഏയ്! ഹാ! നിന്റെ വീടിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് ചലനമുണ്ടാകാൻ പോവുക. നിന്റെ വീടിന്റെ പ്രാർത്ഥന. അപ്പൊ ഒന്നാമത്തെ പ്രാർത്ഥന അറയിൽ കടന്ന്, ഞാൻ പ്രസംഗ ഭാഷ പറഞ്ഞ ഇങ്ങനെ പറയും, നീ മുറിക്കാത്തിരുന്നാ മതി, മറുപടി നിന്നെ തേടി നീ ഇരിക്കുന്ന മുറിക്കകത്ത് വരും. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു വചനം പറയാം. ഒരു ദൈവഭൃത്യൻ ഒരു ബന്ധനം വീണപ്പോൾ സഭ ഒന്നിച്ച് മുട്ടുകുത്തി. അല്പം കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചടത്ത് ദൂതൻ ഇറങ്ങിയില്ല, ബ്ലോക്ക് ഉള്ളിടത്ത് ദൂതൻ ഇറങ്ങി. ആ ചങ്ങല തൊട്ടടിച്ചേച്ച് മറുപടി പ്രാർത്ഥിച്ചവന്റെ വീടിന്റെ ഡോറെ വന്ന് മുട്ടി. ഒരു ചിത്രം പോലെ ഞാൻ തരുവാ. ഈ ദിവസങ്ങളിൽ നിന്നൊക്കെ വിധി പറഞ്ഞ ചിലരുടെ മുമ്പിൽ നിന്റെ മറുപടി പണ്ടൊക്കെ ഒരു പാട്ട് പാടുന്നു, കേൾക്കണേയൻ പ്രാർത്ഥന നൽകണേയൻ. അതിനകത്തൊരു ലൈനുണ്ട് ക്രിസ്തുവിന്റെ, പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ദൂത് പറയാം, ഇന്ന് ചോദിക്കാൻ പോവുക. ദൈവം നിന്നോട് പറയാം, നിന്റെ പ്രാർത്ഥനയ്ക്ക് കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചോണ്ട് പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ
അരുളിയോരേ പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമൻ അരുളിയോരേ നീക്കം വരാത്ത വാഗ്ദത്തമൻ പേർക്കു നീ നീക്കം വരാത്ത വാഗ്ദത്തം നിന്റെ പേര് തരിക. നീക്കം വരാത്ത വാഗ്ദത്തമൻ പേർക്കു നീ കൈ ഒന്നിച്ചുയർത്തി വാ തുറന്ന് കേൾക്കണേ. എൻ പ്രാർത്ഥന നൽകണേ, എൻ യാചന സഭ ഒന്നിച്ച് കേൾക്കണേ. കേൾക്കണേ, എൻ പ്രാർത്ഥന നൽകണേ, എൻ യാചന. അപ്പൊ ഒന്നാമത്തെ പ്രാർത്ഥനയാ അറയിൽ കടന്ന് വാതിലടച്ചുള്ള പ്രാർത്ഥന. രണ്ടാമത്തെ പ്രാർത്ഥനയാണ് മുട്ടുകുത്തിയുള്ള പ്രാർത്ഥന. അതിന് ഒത്തിരി എക്സാമ്പിൾസ് എടുക്കണം, അതൊന്നും എടുക്കാൻ പോകുന്നില്ല. ഉത്തമ ഉദാഹരണം യേശുക്രിസ്തു തന്നെയാണ്. ഒലിവ് മലയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. നിന്റെയും എൻ്റെയും രക്ഷയ്ക്ക് വന്ന ഏക രക്ഷകനായ ദൈവത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് മുട്ടുകുത്തുണ്ടായിരുന്നേ. മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ എന്തോ നടക്കും. ഒരാമയും പറയണം. ദാനിയേലിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, രേഖ എഴുതിയെന്നറിഞ്ഞപ്പോൾ അവൻ വാതിൽ തുറന്നിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. മുഴങ്കാലിലെ പ്രാർത്ഥനയ്ക്ക് രേഖകളെ തിരുത്താം, നിയമങ്ങളെ മുഴങ്കാലുകളിലെ പ്രാർത്ഥന. സ്തോത്രം. ചിലരുടെ മുട്ട ഭയങ്കര തഴമ്പ, എന്നാ മുട്ടയിരിക്കുന്ന. അടുത്തൊരു പ്രാർത്ഥനയാണ് വിശുദ്ധ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥനയാ? പിന്നെ വേറെ പ്രാർത്ഥനയുണ്ട്, മുഴങ്കാലികൾ കടയിൽ തലയിട്ടുള്ള പ്രാർത്ഥന. അതൊക്കെ ഞാൻ എൻ്റെ ഉള്ളിൽ കർത്താവ് തന്നൊരു ദൂത് ഞാൻ പറയാം. ഒരുത്തനോട് പറഞ്ഞു, നീ പോയി നോക്ക് വല്ലതും കാണുന്നുണ്ടോ. അവൻ പോവും വരും, പോവും വരും. പ്രാർത്ഥിക്കുന്നവൻ ഓടി നടക്കണ്ട, ഇരിക്കുന്നിടത്ത് കാണത്തക്ക രൂപത്തിൽ മറുപടി വരും.